കോട്ടയം റെയിൽവേ സ്റ്റേഷൻ ടെർമിനൽ സ്റ്റേഷനായി ഉയർത്തണമെന്ന ആവശ്യം ശക്തമാവുന്നു. എറണാകുളം സ്റ്റേഷനിൽ അവസാനിക്കുന്ന കൂടുതൽ സർവീസുകൾ കോട്ടയത്തേക്ക് നീട്ടണമെന്നും ടെർമിനൽ സ്റ്റേഷന് വേണ്ടി അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ഫ്രാൻസിസ് ജോർജ് MP കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ആവശ്യപ്പെട്ടിരുന്നു. മധ്യ കേരളത്തിലെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളിലൊന്ന്. ദിനംപ്രതി 25,000-ലധികം യാത്രക്കാർ ആശ്രയിക്കുന്ന റെയിൽവേ സ്റ്റേഷൻ. കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ വികസന പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിൽ പൂർത്തിയാവുന്നുണ്ടെങ്കിലും യാത്രാ ദുരിതത്തിന് പരിഹാരം കാണാൻ ഇനിയുമേറെ കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതുണ്ടെന്നാണ് യാത്രക്കാരും കോട്ടയം MP ഫ്രാൻസിസ് ജോർജും ചൂണ്ടിക്കാട്ടുന്നത്. വരുമാനത്തിന്റെ കാര്യത്തിൽ ദക്ഷിണ റെയിൽവേയിൽ ആകെയുള്ള 722 സ്റ്റേഷനുകളിൽ 21ാം സ്ഥാനത്താണ് കോട്ടയം. ശബരിമല തീർത്ഥാടകരും കുമരകം, തേക്കടി ഉൾപ്പെടെയുള്ള ടൂറിസ്റ്റ് സ്ഥലങ്ങളിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളും ഏറെ ആശ്രയിക്കുന്ന സ്റ്റേഷൻ കൂടിയാണ് കോട്ടയം. 2011 ബജറ്റിൽ കോട്ടയം സ്റ്റേഷനെ കോച്ചിംഗ് ടെർമിനൽ സ്റ്റേഷനായി ഉയർത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും തുടർ നടപടികളൊന്നും ഉണ്ടായില്ല. സ്റ്റേഷന്റെ വികസന പ്രവർത്തനങ്ങൾ വേഗത്തിൽ പൂർത്തീകരിക്കണമെന്നും ടെർമിനൽ സ്റ്റേഷനായി കോട്ടയത്തെ ഉയർത്താനുള്ള നടപടികൾ ആരംഭിക്കണമെന്നും ഫ്രാൻസിസ് ജോർജ് MP പാർലമെന്റിൽ ആവശ്യപ്പെട്ടു. Sir, I would like to request the Honorable Minister to consider this proposal. Way back in 2011, in the budget of 2011, Kottayam was proposed as a coaching station, but nothing more has happened. Sir, we have 6 platforms, but trains are not coming. Then what is the use of this? Sir, so I request the Honorable Minister to, immediately consider making Kottayam a terminal station. ലോക്സഭയിൽ റെയിൽവേ ഭേദഗതി നിയമ ചർച്ചയിലാണ് MP കോട്ടയത്തിന്റെ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചത്. എറണാകുളം വരെ സർവീസ് നടത്തുന്ന ബാംഗ്ലൂർ എറണാകുളം ഇന്റർസിറ്റി എക്സ്പ്രസ്, പാലക്കാട് എറണാകുളം മെമു എന്നീ ട്രെയിനുകൾ കോട്ടയം വരെ നീട്ടണമെന്നത് യാത്രക്കാരുടെ ഏറെ നാളായുള്ള ആവശ്യമാണ്. പൂനെ എറണാകുളം പൂർണ്ണ എക്സ്പ്രസ്, എറണാകുളം പൂനെ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ട്രെയിനുകൾ കോട്ടയത്തേക്ക് നീട്ടാൻ റെയിൽവേ ബോർഡും ട്രെയിനുകളുടെ സമയം നിശ്ചയിക്കുന്ന സമിതിയും അംഗീകാരം നൽകിയിട്ടുള്ളതാണ്. എന്നാൽ ഇതും നടപ്പിലായിട്ടില്ല. കോട്ടയത്തെ യാത്രാ ദുരിതം പരിഹരിക്കാൻ ട്രെയിൻ സർവീസുകൾ നീട്ടുന്നതുൾപ്പെടെയുള്ള നടപടി കൈക്കൊള്ളണമെന്നും ഫ്രാൻസിസ് ജോർജ് MP പാർലമെന്റിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ ട്രെയിൻ സർവീസുകൾ ടെർമിനൽ സ്റ്റേഷനാക്കി ഉയർത്തൽ തുടങ്ങിയ വികസന പ്രവർത്തനങ്ങൾ കൂടി കോട്ടയത്തിന് അവകാശപ്പെട്ടതാണെന്നുള്ള വാദം റെയിൽവേ അംഗീകരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. S. ശ്രീകുമാറിനൊപ്പം ഗോകുൽ രമേശ്, ന്യൂസ് മലയാളം, കോട്ടയം.